ശാസ്ത്രീയ വശം ചർച്ച ചെയ്യാതെയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഞാൻ അതിന് മറുപടി പറയാം. അല്ലല്ല, അവര് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അതിന് മറുപടി പറയാം. ഇദ്ദേഹം 20 വർഷമായിട്ട് ഓജോ ബോർഡ് പഠിപ്പിക്കുന്ന ആളാണ്. ഐഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു മസ്തിഷ്ക പ്രതിഭാസമാണ് ഓജോ ബോർഡ് കളിക്കുന്നവരുടെ കൈകളെ ചലിപ്പിക്കുന്നതെന്ന് ന്യൂറോ സയൻസ് തെളിയിച്ചിട്ട് പതിറ്റാണ്ടുകളായി 20 വർഷമായിട്ട് തട്ടിപ്പ് കൊണ്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓജോ ബോർഡ് പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് തട്ടിപ്പ് കൊണ്ട് ജീവിക്കുകയാണ് ഈ വ്യക്തി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ഐഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്ന മസ്തിഷ്ക പ്രതിഭാസമാണ്, ന്യൂറോ സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ് ഓജോ ബോർഡിൽ ആ നാണയത്തിൽ കൈവയ്ക്കുന്ന ആളുകളുടെ വിരലുകളെ ചലിപ്പിക്കുന്നത് എന്ന് മോഡേൺ സയൻസ് വ്യക്തമാക്കിയിട്ടും ഇപ്പോഴും ആ തട്ടിപ്പ് തുടരുകയാണ്. ഒരാൾ പ്രേതത്തെ ഒഴിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ഈ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, വലിയ രീതിയിൽ ഈ വീഡിയോയുടെ 10 ഇരട്ടിയാണ് ഓരോ ദിവസവും സൈക്യാട്രി OPയിൽ നിന്നാൽ അവിടുത്തെ ഡോക്ടർക്ക് കാണാൻ പറ്റുക. അവിടുത്തെ OP അസിസ്റ്റന്റ് ആയിട്ട് വന്ന് നിൽക്കാൻ ഞാൻ ഇവരോട് പറയാണ്, രോഗികളെ വിളിച്ചകത്ത് കയറ്റാൻ. ഇവർക്ക് ഇതിന്റെ 10 മടങ്ങ് കാണാൻ പറ്റും. ഡോക്ടർ പത്മനാഭൻ, സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ ആവർത്തിക്കപ്പെടുന്നത് ടെക്സ്റ്റുകളായിട്ടാണ്. ഇത് പലരുടെയും അനുഭവങ്ങളാണ് ശാസ്ത്രീയമായിട്ട് തീരുമാനിക്കപ്പെട്ട് നിർണയിച്ച് അത് ശാസ്ത്രമായിട്ട് മാറിയത്. അതിനർത്ഥം ഇനി കണ്ടുപിടിക്കാത്തതോ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതോ ശാസ്ത്രീയമായി അംഗീകാരം കിട്ടാത്ത കാര്യങ്ങളെല്ലാം സത്യമല്ല, യാഥാർത്ഥ്യമല്ല എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ഇത്രയും ശാസ്ത്രം ഗവേഷണവും ഒക്കെ വലിയ ഡെവലപ്പായിട്ടും ഇന്നും ഈ പറഞ്ഞ പോലെ ഡയബറ്റിക്കിന് മരുന്ന് കണ്ടുപിടിക്കാത്ത എന്തേ, ക്യാൻസറിന് പൂർണ്ണ സുഖചികിത്സ കൊടുക്കാൻ എന്തേ? അപ്പോ ശാസ്ത്രത്തിന് കഴിയാത്ത കാര്യങ്ങൾ, കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ എന്നും ഉണ്ട്.